സോറി സൂര്യ. ഓക്കെ. തന്റെ ഈ ചെറിയ ടെൻഷൻ മാറ്റാൻ എന്റെ കയ്യിലൊരു ഒറ്റമൂലിയുണ്ട്. രഞ്ജിത്ത്, തന്റെ കയ്യിൽ മതിയോ? ചുമ്മാ ഞാൻ വന്നപ്പോ കൊണ്ടുവന്നേ ഉള്ളൂ. ഓ, ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാന്ന് കരുതി. മാൻ, ഇറ്റ്സ് മൈ ചോയ്സ്. എന്റെ ബ്രാൻഡാ. റിയലി? അപ്പൊ ഗംഭീരമായല്ലോ. താനൊരു കാര്യം ചെയ്യ്, ഒരു 2 എണ്ണം അങ്ങടി. അത് ശരിയാവില്ല. അതെന്തു പറ്റി? എടോ, ഞാനിപ്പോ കഴിക്കാറില്ല. ഞാനറിഞ്ഞത് സൂര്യ ഫുൾ ടൈം മദ്യപിക്കുന്ന ഒരാളാണെന്ന്. യെസ്, ആയിരുന്നു. പക്ഷേ നന്ദിനി ആ ശീലം മാറ്റിയെടുത്തു. നന്ദിനിയോ? ഐ കാൻ ബിലീവ് ദാറ്റ്. നന്ദിനിയെ കൊണ്ട് എങ്ങനെയാ ഇത്രയും വലിയൊരു ശീലം മാറ്റിയെടുക്കാൻ പറ്റുന്നേ? അത് തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനിയിപ്പോ ഞാൻ കഴിച്ച പ്രശ്നമാണ്. ഓ, നന്ദിനി വഴക്കൂറിയായിരിക്കും അല്ലേ? ഞാൻ കഴിച്ചാ അയാളും കഴിക്കും. ഇറ്റ്സ് റിയലി സർപ്രൈസ്. നന്ദിനി മദ്യപിക്കൂ? അങ്ങനെ ഒരു ദിവസം വന്നു. ഒരു ദിവസം വാശിക്ക് അയാളെന്നോട് പറഞ്ഞു, ഞാൻ മദ്യപിച്ച അയാൾ മദ്യപിക്കുന്നു. ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ അന്നും മദ്യപിച്ചു. പക്ഷേ അന്ന് സംഭവിച്ചെന്താണെന്നറിയോ? നന്ദിനി, ഇതിലുണ്ടായിരുന്ന ബാക്കി മദ്യം മുഴുവൻ താൻ കുടിച്ചോ? ഞാൻ കുടിച്ചു. ഇനിയും കുടിക്കും. സാരയുടെ കാര്യം ചെയ്യും. സാരയുടെ കിടന്നോ. ബാക്കിയുള്ള കാര്യം ഞാൻ ചിലരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. കാണിക്കുന്നേ ഞാൻ പറയുന്ന കേക്ക്. ഫണ്ണി, റിയലി ഫണ്ണി. അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. ആ ഭാഗ്യം മുഴുവനായിട്ട് കിട്ടിയ ഒരാളാണ് ഞാൻ. സോ ഈ ഒരു പരിപാടിക്ക് ഇനി ഞാനില്ല. സൂര്യ, സത്യം പറഞ്ഞ തന്നോടൊപ്പം ഒന്നിച്ചില്ലാമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. അതുമാത്രമല്ല, ഭാര്യമാരെ പേടിക്കുക എന്ന് പറയുന്നതും അവരെ പേടിച്ച് ശീലങ്ങൾ മാറ്റുക എന്നൊക്കെ പറയുന്നതും തന്നെ പോലെ ഒരാൾക്ക് ചെയ്യുന്ന കാര്യമാണോ? രഞ്ജിത്ത് കമ്പനി തരാമെങ്കിൽ തൽക്കാലം ഞാൻ ഈ ശബ്ദം മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്താ സംശയം? ഞാൻ കമ്പനി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചില്ലാവുന്നു. യെസ്. മദ്യപാനം നിർത്തിയെന്ന് പ്രഖ്യാപിച്ചതേ ഉള്ളൂ. സെറ്റപ്പ് മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പുലി കിടന്ന് മടയല്ല മോനെ, കൂടെയെങ്കിലും കാണാതിരിക്കുവോ? ഒരു തുള്ളി മദ്യപിക്കില്ല, ഒരു ദുശീലവുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് നീ. നിന്റെ ശരിയായ സ്വഭാവം എന്താണെന്ന് ഞാനിന്ന് പുറത്തിറക്കും. എല്ലാവർക്കും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. എന്താ സൂര്യ? നത്തിങ്. പിന്നെ രഞ്ജിത്തിനെ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകി പോയല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പിന്നെ എനിക്കങ്ങനെ മദ്യം മാത്രമായിട്ട് ഏർപ്പാടില്ല. പിന്നെ മദ്യപിക്കുമ്പോൾ അതിനൊരു താളം വേണ്ടേ? അതിനു വേണ്ട സാധനങ്ങളൊക്കെ ചുറ്റും നിരന്നിരുന്നെങ്കിൽ അതിനൊരു വൈബ് ഉണ്ടായിരുന്നു. ജസ്റ്റ് എ മിനിറ്റ്.
ഫോൺ ബെല്ലടിക്കുന്നു, നോക്കട്ടെ. അയ്യോ മോളെ, സൂര്യ സാറാണല്ലോ വിളിക്കുന്നത്. എന്തായിരിക്കും? രാജുടെ സ്പീക്കറിലിട്ടെ, എന്താ പറയുന്നെന്ന് കേൾക്കല്ലോ. ഓ ശരി മോളെ. ഹലോ സാറേ. ആ രാജുട്ടാ, നന്ദിനി തന്റെ അടുത്തുണ്ടോ? ഇല്ല സാറേ, എന്താ? അതെ, എനിക്കൊരു ഓംലെറ്റ് വേണം. നല്ല കുരുമുളകൊക്കെ വിതറി 2 സൈഡ് നന്നായിട്ട് വേവിച്ച് നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടോ. എന്തിനാ സാറേ? ആ ഓംലെറ്റ് എന്തിനാടോ? കഴിക്കാൻ വേണ്ടി. അല്ല സാർ, ഈ സമയത്ത് ഓംപ്ലേറ്റ് ചോദിക്കുന്നത് വേറെ ഉദ്ദേശത്തോടെയാണല്ലോ. അതെ, താനേ പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി. കൃത്യമായിട്ട് നന്ദിനി അറിയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, കേട്ടല്ലോ. സാറേ, താനായിട്ട് നന്ദിനിയോട് എന്തെങ്കിലും പറഞ്ഞ അറിയാലോ എന്റെ സ്വഭാവം. അവിടെ നിന്നായിക്കോട്ടെ, ചെല്ല്, ഞങ്ങൾ കാത്തിരിക്കുക.